നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു യാത്ര പോണ് നമ്മളെ CBR 250 ആറുമായിട്ട്. ഇപ്പോൾ രാവിലെ ഒരു 5 മണി 5:15 ആയി സമയം. ഇപ്പം സമയം 5:30 ഫുൾ ടാങ്കാണ്. നമ്മൾ പോകുന്നത് സെവൻത് ഹെവൻ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ്. എല്ലാവർക്കും അറിയുന്നൊരു സ്ഥലമാണ്, ഫേമസ് ആണ്. വാൽപ്പാറ സോളോ ആണ്, ഗ്രൂപ്പ് റൈഡൊന്നുമല്ല. നമ്മൾ ഒരുപാട് തവണ പോയിട്ടുണ്ട് വാൽപ്പാറ. ഈ ടൈമിൽ ഒരുപാട് ആന ഇറങ്ങുന്ന ടൈമാണ്. അത്ര സേഫ് അല്ല ഈ ടൈം ആക്ച്വലി. പക്ഷേ കുറേ കാലമായി വണ്ടി എടുത്ത ട്രിപ്പൊക്കെ പോയിട്ട്, അപ്പം ഒന്ന് ഫ്രീ കിട്ടിയപ്പോൾ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം പോവല്ലേ. നമ്മൾ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണം എന്നൊക്കെ കരുതിയാണ്, പക്ഷേ ഇത് നടന്നില്ല, ഉറങ്ങിപ്പോയി. ഒരു 4 മണിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 6 മണിയാകുമ്പം ചെക്ക് പോസ്റ്റ് എത്തും, ആതിരപ്പള്ളി വാഴച്ച ചെക്ക് പോസ്റ്റിൽ. അപ്പോൾ അവിടെ നിന്ന് കറക്റ്റ് ഫസ്റ്റ് പോകുന്ന ഗ്രൂപ്പിൻ്റെ അകത്ത് പോകാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ ഇനി എന്തായാലും നടക്കില്ല. ഇവിടെ നിന്ന് ഇനി ഒരു 100 സംതിങ് കിലോമീറ്റർ ഏതാണ്ട്, 100 സംതിങ് ഇല്ല, 70, ഇവിടുന്ന് 70 സംതിങ് കിലോമീറ്റർ ഇനിയുണ്ട് ആതിരപ്പള്ളി ചെക്ക് പോസ്റ്റിലേക്ക്. അപ്പോൾ അത് കവർ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ലേറ്റ് ആവും. അയ്യോ, ഇവിടെ സിഗ്നൽ ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മൾ മുൻപത്തെ കാറുകാരൻ പോകുന്നുണ്ടപ്പോൾ നമ്മളങ്ങ് പോയി. പിന്നെ നമ്മളൊരു സിഗ്നൽ അറിയാതെ, ഇതേപോലെ അറിയാതെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കയറി പോവുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് സിഗ്നൽ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് വണ്ടി പെട്ടെന്ന് സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നത്. കാരണം നമ്മളെ ബാക്കിലും ഇതേപോലെ സിഗ്നൽ ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകൾ കാണും. അപ്പം അവർ വന്ന് നിങ്ങൾ ബാക്കിൽ ടൈലൻ്റ് ചെയ്യാൻ നല്ല ചാൻസ് കൂടുതല. സോ അങ്ങനെ സിഗ്നലൊക്കെ ശ്രദ്ധിക്കുക. ഇനിയിപ്പം യെല്ലോ ലൈറ്റൊക്കെ ആണെങ്കിലും ഇതേ സാഹചര്യത്തിലാണ്. നമ്മളിപ്പോൾ അങ്കമാലി എത്തി. അങ്കമാലിയിൽ നമ്മളിപ്പം ആതിരപ്പള്ളിക്ക് തിരിയാൻ പോണ്. നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. നമ്മുടെ സിഗ്നൽ വന്നിക്കില്ല, എല്ലാവരും കയറി പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ നിയമം പാലിക്കുന്ന ഒരാളായത് കൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ബാക്കിൽ നല്ല വണ്ടി വന്ന് തട്ടിയിട്ട് പോകണമെന്ന് മതി. ഇത് നല്ല അടിപൊളി റോഡാട്ടോ. വഴി തെറ്റി, പൊളി, രാവിലെ തന്നെ വഴി തെറ്റിയല്ലോ. ഈ റൂട്ടിൽ നല്ല റോഡായതുകൊണ്ട് നമ്മളൊന്നും ശ്രദ്ധിച്ചില്ല. ആതിരപ്പള്ളി ഓക്കെ, ഇവിടുന്ന് മേലോട്ടാണ്. 6 മണിക്കുള്ള ബാച്ചിലൊക്കെ ഒന്ന് അവിടെ നിന്ന് ഇറങ്ങിയാൽ തണുകില്ലാന്ന് തോന്നുട്ടോ, ഇരുടാൻ തോന്നല്ലോ. അയ്യോ, ഈ ടൈമിലൊക്കെ പോയിട്ട് ആനേനെ അടുത്തെത്തിയാൽ കൂടി കാണില്ല. അല്ലെങ്കിൽ തന്നെ ആന അവിടെ ചാടി വീഴാൻ മുന്നിലൊക്കെ, ആ മുളയൊക്കെയുള്ള ഏരിയ എന്നൊക്കെ. ഇതിൻ്റെ മുൻപ് ഇതേപോലെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആന ജസ്റ്റ് മുൻപിൽ ആനയെ കണ്ടു. നമ്മൾ ബാക്കോട്ട് പോയി കൊടുക്കുമ്പോൾ സൈഡിൽ ഫുൾ ആന. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ടാസ്ക്. ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ലോറീൻ്റെ ബാക്കിൽ പോവാ. പാസ് എടുക്കണ്ടോ?
വാൽപ്പറ ഉപ്പിടണ്ട. ഓക്കെ, ചെക്ക് പോസ്റ്റ് നമുക്ക് നമ്മുടെ പേരും നമ്മളെങ്ങോട്ട് പോകുന്നത് പിന്നെ വണ്ടി നമ്പർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം. ഇതിൻ്റെ മുൻപ് നമ്മൾ മലയാറ്റൂർ വഴി വരുമ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അവിടെ എന്തോ 10 രൂപയോ അന്നെന്തോ റോമൺ ഇല്ലാണ്ട് പെട്ടുമായിരുന്നു. അവസാനം അവിടെ റേഞ്ചും ഇല്ല ചെക്ക് പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നല്ല റോഡ് കേട്ടോ. ഈ മലയാറ്റൂർ പള്ളിയുടെ അടുത്തുകൂടി വരുന്നൊരു വഴിയുണ്ട്. അവിടെ നിന്നൊരു ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറും. അധികം ആളും ബഹളമൊന്നുമില്ല. പക്ഷേ റോഡും ബമ്പിയാണ്, കുണ്ടുകുഴിയാണ്. പക്ഷേ എക്സ്പീരിയൻസ് നല്ലതാണ്. അതുവഴി നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒരിക്കലൊക്കെ പോയി നോക്ക്. നല്ല റോഡാണ്. നല്ല റോഡല്ല, കാഴ്ചകൾ റോഡൊരിക്കും നല്ല അല്ലത്. നിറയെ കുണ്ടുകുഴിയാണ്. അത് മഴക്കാലത്തൊക്കെ പോകണം, നല്ല രസമാണ് ആ റോഡ് കാണാൻ. ഇവിടെ എല്ലാം മറ്റേ ഏഴാറ്റുമുഖം ഗണപതി ആനയുടെ ഒരുപാട് റീലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്തോ താഴെ ചെക്കുറാമോ അങ്ങനെ എന്തോ സാധനമുണ്ട്. ഓക്കെ, ഇനി അങ്ങോട്ട് റോഡ് കുറച്ച് കുണ്ടുകുഴിയാണ്. എന്താണ് പട്ടിയാണല്ലേ, കണ്ണൊക്കെ തിളങ്ങുന്ന കാണുമ്പോൾ പേടിയാവുന്നു. ഓക്കെ, മുന്നിൽ കാറും ബസ്സൊക്കെ ഉണ്ട്, ഇപ്പം പേടിക്കാനില്ല. ഓ ഓ, അതൊരു സീൻ കുണ്ടുകുഴിയാണ്. ആ കുണ്ടാണ് തൊട്ടടുത്ത കണ്ടത്. കുറച്ചുകൂടി ലൈറ്റ് വേണം വണ്ടിക്ക്. ഇങ്ങനെയൊക്കെ പോയി ഈ അടുത്ത് തന്നെ പുതിയ റിമ്മ് ഞാൻ മേടിക്കേണ്ടി വരും വണ്ടിക്ക്. ഫോഗ്ലൈറ്റൊക്കെ പൊന്നിപ്പോയി. ഫോഗ്ലൈറ്റ് ഉണ്ടോ ആകാശത്തേക്കാ? ഓക്കെ, വണ്ടി നിർത്തിയ ഫോഗ്ലൈറ്റ് വേണ്ടിയാണ്. ഒരു നല്ലൊരു കുണ്ടിച്ചാടി കഴിഞ്ഞാൽ ഫോഗ്ലൈറ്റ് ലൂസാണ് അതിൻ്റെ നട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ടൈറ്റ് ആക്കിയതുള്ളൂ, പക്ഷേ പിന്നെയും ലൂസായത്. ഇത് വേണം നമ്മൾ ചാലക്കുടി പുഴ ഒഴുകുന്നത്. നിങ്ങൾ എന്തുമാത്രം കാണും, എന്തുമാത്രമല്ല ഒന്നും കാണില്ല, ഇരുടാണ്. ഞാനും ചെറുതായിട്ട് വെള്ളത്തിന് ചെറിയ ചെറിയ റിഫ്ലക്ഷൻ അടിച്ച് വരുന്നുണ്ട്, അത് കാണാം. അങ്ങനെ നമുക്ക് മനസ്സിലാവും താഴെക്കൂടി പുഴ ഒഴുകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആതിരപ്പള്ളി എത്തുമ്പോൾ കാണാം. നിങ്ങൾക്കൊരു സാധനം ഞാൻ കേൾപ്പിച്ചു തരാം. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? നല്ല ചീവീടിൻ്റെ സൗണ്ടും പിന്നെ പക്ഷികളുടെ കളകളാം. എന്ത് രസമല്ലേ, എന്ത് സമാധാനമല്ലേ. ഒരു വണ്ടിയുടെ ശബ്ദമില്ല, ഒരു ഹോണിൻ്റെ മുഴക്കമില്ല, വെറും പ്രകൃതിയുടെ മാത്രം ശബ്ദം. നമ്മളിപ്പോൾ ആതിരപ്പള്ളി കഴിഞ്ഞു, ചെറുതായിട്ട് വെളിച്ചമൊക്കെ വെച്ചു, കുറച്ചൊരു 2 മിനിറ്റ് അവിടെ റെസ്റ്റൊക്കെ എടുത്തു. ഇനി നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റിനടുത്തേക്ക് പോവാം. ഇപ്പം കുറച്ച് റൈഡേഴ്സൊക്കെ മുൻപ് പോയിട്ടുണ്ട്, ഇപ്പം തിരക്കായിരിക്കും. ചെറിയൊരു തണുപ്പൊക്കെ വന്നിട്ടോ, ചെറിയൊരു തണുപ്പ്. ആക്ച്വലി അവിടുത്തെ ചൂട് കാരണം ഇത് നല്ല തണുപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഞങ്ങളുടെ നല്ല റോഡാണ്. ഇതൊക്കെ മഴക്കാലത്ത് കാണണം, ഫുള്ള് പച്ചപ്പായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഫുള്ള് ഉണങ്ങി എല്ലാ മരങ്ങളും. ഓ, പുഴയിൽ തീരെ വെള്ളമില്ല. ഞാൻ പ്രതീക്ഷിച്ച പോലല്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ ദിവസമൊക്കെ നന്നായി മഴ പെയ്തുകൊണ്ട് കാട്ടിലത്യാവശ്യം മഴ പെയ്തുണ്ടാവും, അപ്പം കാട്ടിലത്യാവശ്യം വെള്ളം കാണുന്നു. പക്ഷേ കാട്ടിലധികം മഴ പെയ്യില്ലെന്ന് തോന്നുന്നു. കണ്ടോ നിങ്ങൾ, ആനപ്പിണ്ട് കണ്ടു തുടങ്ങി. നമ്മളിപ്പോൾ ആനയുടെ ടെറിട്ടറിയിലേക്ക് കയറി തുടങ്ങി. കണ്ടോ, മഴക്കാലത്തൊക്കെ ഫുള്ള് നന്നായി വെള്ളം ഉണ്ടാവും, ഇപ്പോൾ ഒട്ടും വെള്ളമില്ല. ഓക്കെ, നമ്മളങ്ങനെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടി നമ്പറും ഫോൺ നമ്പറും പേരൊക്കെ എഴുതി കൊടുത്താൽ നമുക്ക് പോവാം. ഇവിടെ പൈസയൊന്നും ഇല്ലയെന്നാണ് ഒരു ഓർമ്മ. ഇല്ല, പൈസ ഇല്ല. നമ്മൾ എഴുതി കൊടുത്ത ആ സ്ലിപ്പ് ഇവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ അവിടെ തിരിച്ച് കൊണ്ടു കൊടുക്കണം.
ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടുന്ന് പാസ് എടുത്തു. ഇനി ഫോറസ്റ്റിലേക്ക് ഉണ്ട്. റേഞ്ച് കംപ്ലീറ്റ്ലി കട്ടായി. പക്ഷെ നമുക്ക് കുറച്ച് പാട്ടില്ലാതെ വണ്ടി നീങ്ങില്ല. ഓക്കെ, ഇനി നമ്മളങ്ങനെ വനയാത്രയിലേക്ക് പുറപ്പെടുകയാണ്. ഇനി ഒരു 2 മണിക്കൂറത്തേക്ക് റേഞ്ചൊന്നുമില്ല, ഒരു ഡിസ്ട്രാക്ഷൻസും ഇനി ഉണ്ടാവില്ല. ഇനി നമ്മുടെ വണ്ടി, നമ്മൾ, കാട്, ചിലപ്പോൾ ആന. എന്തോ 50 കിലോമീറ്റർ കണ്ടാണ് ഈ ഫോറസ്റ്റ് കൂടിയുള്ള നമ്മളെ ഈ റോഡുള്ളത്. നല്ല സീനിക്കായ സ്ഥലമല്ലേ. നമ്മളെ ഫോറസ്റ്റിൽ നിന്ന് വണ്ടി നിർത്താനൊന്നും പാടില്ല. ഈ ഫോറസ്റ്റ് ആ വഴി ഫോറസ്റ്റിൻ്റെ വാച്ചർമാരൊക്കെ പോവുകയാണെങ്കിൽ നല്ല ഫൈൻ കിട്ടും. പിന്നെ നിർത്താം, ആനയും ഇതൊക്കെ വരുവാണെങ്കിൽ അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്തില്ല ഒരു സുഖമില്ല. അതൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പം 6 മണിക്ക്, ഇപ്പോൾ 7 മണി ആവുന്നുള്ളൂ. അപ്പം വണ്ടി അവിടെ നിന്ന് ചെക്ക് പോസ്റ്റ് എൻട്രി ചെയ്ത് ഇങ്ങോട്ട് എത്തുന്നേ ഉണ്ടാവും. ഏതാണ്ട് 1.5-2 മണിക്കൂർ വേണം അവിടെ നിന്ന് ഇവിടെ എത്താൻ. സോ കുറേ ദൂരത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് പ്രത്യേകിച്ച് വണ്ടിയൊന്നും കാണില്ല. പിന്നെ പറപ്പിച്ച് വരുന്ന ടീമൊക്കെ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ എത്തുമായിരിക്കും. പക്ഷേ അങ്ങനെ നോർമലി ഫോറസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാണ്ട് പറപ്പിച്ച് വന്നിട്ട് എന്താ കാര്യം? ഈ റോഡ്, ഈ ആംബിയൻസ്, അതൊക്കെയല്ലേ നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്. ഏ 2 മൈല്. പിന്നെ അതേ കാട്ടുവഴി. അയ്യോ, ഓഹോ അണ്ണൻ അത് 2 സിക്സാഗ് അടിച്ച് രക്ഷപ്പെട്ടു. പാവം, കുഴപ്പമൊന്നുമില്ല, ഒന്നും പറ്റിയില്ല കേട്ടോ അതിന്. പാവം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് പേടിച്ചു പോയി. ഞാനും പേടിച്ചു പോയി. 1-2 ബസ്സൊക്കെ ഈ റൂട്ടിലുണ്ട്, ആനവണ്ടി. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം. ആക്ച്വലി ഒരു ബസ്സിന് പോകാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ, മറ്റൊരു സൈഡേക്ക് കൊടുത്തില്ലെങ്കിൽ വേറെ സ്ഥലമില്ല. അതുകൊണ്ട് അവരൊക്കെ പറന്ന് വരികയാണെങ്കിൽ ബുദ്ധിമുട്ടുള്ള വഴിയാണോ? ഇതിനകത്ത് ചെറിയ ഫോറസ്റ്റ്, മറ്റേ ട്രൈബൽ സെറ്റിൽമെൻറ്റ് വല്ലതും ആയിരിക്കും ചിലപ്പോൾ. അവരുടെ ലൈഫൊക്കെ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമാണ്. പക്ഷേ മറ്റൊരു വശം നോക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. കാരണം ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റീസോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കടയിൽ പോയി സാധനം മേടിക്കുന്ന പോലെ അവർക്ക് അത്രയും സുഖമായിട്ട് സാധനം മേടിക്കാനോ, പിന്നെ ജോലിയോ, ഒരു ജോലിക്ക് പുറത്ത് പോകണമെങ്കിൽ പോലും നല്ല ദൂരമില്ലേ. അതും ഫോറസ്റ്റിൽ ആനശല്യം, പുലി, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കാട്ടിൻ്റെ
ആ പ്രകൃതിയായിട്ട് ചേർന്ന് ജീവിക്കുന്നതൊരു അതിനൊരു സൗന്ദര്യമുണ്ട്. പക്ഷെ ഓരോരുത്തരുടെ മനസ്സും ഓരോരുത്തരുടെ താല്പര്യങ്ങളും പോലെയാണ്. ഇവിടേക്കാണ് ആന ഉണ്ടാകുന്ന സ്ഥലം. സൂക്ഷിച്ച് കണ്ടും പോയില്ലെങ്കിൽ ഇതൊക്കെ വെട്ടി വൃത്തിയാക്കിയോണ്ടാ, അല്ലെങ്കിൽ തൊട്ടടുത്തായിരുന്നു സ്ഥലം. മീൻസ് മുള ഇങ്ങനെ ചെരിഞ്ഞ് റോട്ടിലേക്ക് തള്ളി നിൽക്കുമായിരുന്നു. ആനയ്ക്കിത് മുള കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഈ ഏരിയ നന്നായിട്ട് വരികയും ചെയ്യും. ഇതേപോലെ കുറച്ച് സ്ഥലമുണ്ട് പോകുന്ന വഴിക്ക്. ഇതേ മയിൽ പുള്ളിക്കാരൻ കണ്ടോട്ടെ, ഞാൻ പേടിപ്പിക്കുന്നില്ല. നേരത്തെ പുള്ളിക്കാരൻ ഫോട്ടോ എടുക്കാൻ നോക്കിയായിരുന്നു വയലിൽ. ആ വയലപ്പം തന്നെ പോയി കളഞ്ഞു. നമ്മുടെ ബാക്കിലൊരു ഹിമാലയ ഉണ്ട്. നമ്മൾ കാട്ടിൽ കൂടിയാണ് പോകുന്നത്. മറക്കുന്നു. ആന കൺട്രോൾ കൺട്രോൾ. എന്തായാലും റോഡ് ഇനിയിപ്പോൾ ഏതാണ്ട് ഓപ്പോസിറ്റ് നിന്നൊക്കെ വണ്ടി എത്തി തുടങ്ങേണ്ട സമയമായി. നമ്മളിപ്പോൾ അങ്ങോട്ട് ഇതിപ്പോൾ ഏതാണ്ട് നമ്മളിപ്പോൾ ഒരുപാട് ദൂരമൊന്നും ആയിട്ടില്ല. Misty mountains and the misty roads. ഓ, എന്ത് രസാലേ, ചെറിയൊരു മഞ്ഞും. ഓ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ കാട്ടിൽ കൂടി പോകുമ്പോൾ മെയിൻ ഈ ഒരു ടൈമിൽ സ്വർണ്ണ നിറത്തിലുള്ള വെളിച്ചം ആ മരത്തിൻ്റെ ഇലേൻ്റെ ഇടയ്ക്കൂടി ഇങ്ങനെ ഓരോരോരോ എന്താ പറയുക ബീംസ്, അതിനിപ്പോൾ എന്താ മലയാളത്തിൽ പറയാം,
ആ സ്വർണ്ണ വിളിച്ച ഇലകളുടെ ഇടയിലൂടെ വരുന്ന കാണാൻ ഒരു സുഖമുണ്ട്. ഓ, അതാണ് എനിക്ക് മെയിൻ ഈ രാവിലെ ടൈമിൽ ഈ കാട്ടിൽ ഏത് കാട്ടിലാണെങ്കിലും കയറാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിങ്ങനെ കീറി മുറിച്ചുകൊണ്ട് ബൈക്കിൽ പോകുന്നൊരു ഫീല് വേറെ തന്നെയാണ്. ഇതേ കണ്ടോ, പക്ഷെ ആ ചെറിയൊരു മഞ്ഞ കൂടി ഉണ്ടെങ്കിൽ ആ ലൈറ്റ് വരുന്നത് കറക്റ്റ് നമുക്കൊരു ബീമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് വണ്ടി നമ്മൾ കണ്ടു, തിരിച്ച് ഈ ഓപ്പോസിറ്റ് വരുന്നത്. ഇനിയിപ്പോൾ ഇഷ്ടംപോലെ വണ്ടി കാണും, ഇനി സൂക്ഷിച്ച് വേണം നമ്മൾ പോകാൻ. പണ്ട് മുൻപൊക്കെ ഒരുപാട് സ്ഥലത്ത് റോഡ് മോശം ഉണ്ടായിരുന്നു, ഇപ്പോൾ റോഡൊക്കെ നന്നാക്കിയിട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ലാസ്റ്റ് പോയപ്പം റോഡിൻ്റെ ഏതാണ്ട് കംപ്ലീറ്റ് കഴിഞ്ഞായിരുന്നു. അതിൻ്റെ മുൻപ് പോയപ്പോൾ എൻ്റെ എൻ്റെ നടുവിൻ്റെ കാര്യം തീരാനായിരുന്നു, നല്ല കഷ്ടപ്പാടായിരുന്നു. ആനയുണ്ടോ? ആനയല്ല, ആന വണ്ടിയാണ്. അതിരപ്പള്ളി ചാലക്കുടിക്ക് പോകുന്നത്. ഓക്കെ, ഇത് രസമാണല്ലോ ഇത്, ഇതൊക്കെ കാണാനല്ലേ നമ്മൾ ഈ റോട്ടിൽ കൂടി പോകുന്നത്. ഓ, അതൊക്കെ പൂവല്ല പക്ഷേ ഇലയാ, പക്ഷെ പൂവിനേക്കാട് ഭംഗിയുണ്ടായ ഇല കാണാൻ. ആനേനൊന്നും കണ്ടില്ല കേട്ടോ, ആകെ കണ്ടത് കുറേ കാട്ടുകോഴിയും പിന്നെ കുറേ മയിലും. ഓക്കെ, എന്നെ കൊണ്ട് പുതിയ റോഡ്. ഈ റോഡൊക്കെ അന്ന് താറിടാത്ത സമയത്ത് ഞാൻ വന്നിട്ടുണ്ട്. അയ്യോ, അതൊക്കെ ഒരു കഷ്ടപ്പാടായിരുന്നു. ഓക്കെ, ഇങ്ങോട്ടൊക്കെ റോഡിന് ചെറിയ നനവുണ്ട്, ഇനിയിപ്പം ശ്രദ്ധിച്ചോണം ഓടിക്കാൻ. കേട്ടോ, ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ട് മഴ പെയ്യുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ മലക്കപ്പാറ എത്താറായി. ഓ, അങ്ങനെ നമ്മൾ തേയിലത്തോട്ടത്തെത്തിയിരിക്കുന്നു. തേയില തേയില. വെൽക്കം ടു സെവൻത് ഹെവൻ ഗൈസ്. എന്ത് രസമല്ലേ. അങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ കവാടത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുന്നു. അതാണ് ചെക്ക് പോസ്റ്റ്. പിന്നെ ഒരു ചായ കുടിക്കണം, അത് ചെക്ക് പോസ്റ്റിൽ കയറണം. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇ പാസ് എടുക്കാനുണ്ടായിരുന്നു വാൽപ്പാറയ്ക്ക്. വാൽപ്പാറ കയറണമെങ്കിൽ ഇപ്പം ഇ പാസ് എടുക്കണം. തമിഴ്നാടിൻ്റെ TN ഇ പാസ് എന്ന് പറഞ്ഞ സൈറ്റുണ്ട്, ആ സൈറ്റിൽ കയറി ഇ പാസ് എടുക്കണം.
അവിടെ ഇങ്ങോട്ട് വരുന്നതിന് മുൻപേ നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു ഈ പാസിലാണ് നമുക്ക് വാൽപ്പാറയിലേക്ക് കയറാൻ പറ്റില്ല. അപ്പം അവിടെ ചെക്ക് പോസ്റ്റിൽ വെച്ച് തന്നെ ഈ പാസ് എടുത്തു. അപ്പോഴത്തേക്ക് ക്യാമറ ഓഫായി പോയിരുന്നു, ചാർജില്ലായിരുന്നു. ഇപ്പം ക്യാമറ എൻ്റെ ബാറ്ററി മാറ്റിയതുള്ളൂ. ഓക്കെ, നമ്മൾ ഐക്കോണിക് വാൽപ്പാറയിലെ സ്ഥലത്ത്. ഓക്കെ, ബ്രേക്ക് സൈഡ്